ഒരു നോട്ടീസ് ഒട്ടിച്ചായിരുന്നു. ഒട്ടിച്ചോ? നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് 15 ദിവസം ഇപ്പോൾ കഴിഞ്ഞിട്ട് 5 മാസം. ഏകദേശം ഒരു ബോക്സ് മരുന്നിന് ഏകദേശം 1000 രൂപയ്ക്ക് മേളിൽ വിലയുണ്ട്. ഞങ്ങൾക്ക് അതുപോലെ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എനിക്ക് കാണണ്ടേ അവൻ്റെ മാത്രമല്ല നാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നല്ലൊരു ചിലവുണ്ട്. ചെക്കപ്പിന് തന്നെ ഒരു ദിവസം 5000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. പെട്ടെന്നാണ് അസുഖം വന്ന് ഇവരുടെ ജീവിതം ഇരുട്ടിലായി പോയൊരു സാഹചര്യം ഉണ്ടായത്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ തുമ്പോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഈ വീട്ടിലെ ഗൃഹനാഥൻ ഞങ്ങളുടെ ഫോണിലേക്ക് വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് ബൈജു എന്നാണ്. കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം നാളുകളായി ചികിത്സയിലാണ്. ഈ ഡയാലിസിസ് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ആശുപത്രിയിൽ നിന്നും കൊടുത്ത് ഇപ്പോൾ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം ഡയാലിസിസ് ചെയ്യുന്നത്. അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം പരിതാപകരമാണ്. കാരണം ഈ വീട്, ഞാൻ നിൽക്കുന്ന ഈ വീടും പറമ്പൊക്കെ തന്നെ ജപ്തി ഭീഷണി നേരിടുന്നു. 2 മക്കളുണ്ട്, പഠിക്കുന്ന കുട്ടികളാണ്. ഇവരെ പഠിപ്പിക്കാൻ ഒരു നിവൃത്തിയില്ല. അദ്ദേഹം കിടപ്പിലായി കഴിഞ്ഞു. ഈ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ എത്തിയത്. നമുക്ക് ഈ കുടുംബത്തിലെ മറ്റംഗങ്ങളോട് ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന്. 4 വർഷവും 2 മോഹിങ്ങനെ കിടക്കുകയാണ്. നാട്ടുകാർ സഹായിച്ചാണ് എല്ലാം കൊടുക്കണത്. നാളെ പോകാനും പൈസ ഇല്ല. ഡെയിലി ഒരേ ദിവസം കഴിക്കുന്നത് ഈ മരുന്ന് ഒക്കെ ഭയങ്കര ഇതായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ നല്ല ആൾക്കാരാണ്, എല്ലാവരും സഹായിക്കുന്നു. പിന്നെ വീടെന്ന് വെച്ചാൽ ലോൺ എടുത്ത് വെച്ചതാണ്. നല്ലപോലെ ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബം തന്നെ. പക്ഷേ ഇപ്പൊ 4 വർഷം കൊണ്ട് ഇല്ല. എന്നെ നോക്കണതും അവനായിരുന്നു. ഇപ്പൊ എൻ്റെ കാര്യം അതോതിയാണ്. ഞാൻ ഇപ്പം തൊഴിലുറപ്പിനൊക്കെ പോകണം. അമ്മയ്ക്ക് വയ്യാത്തതല്ലേ? എനിക്ക് വയ്യ, അസ്ഥി തേയ്മാനം, കഴുത്തിൽ വെറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. അതും വെച്ചുകൊണ്ടാണ് ഞാൻ തൊഴിലുറപ്പിന് പോകണം. എൻ്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് പെണ്ണുങ്ങൾ എന്നെ കൊണ്ട് ജോലി ചെയ്യിക്കില്ല. 73. 73 വയസ്സിലും തൊഴിലുറപ്പിന് പോവാണ്. ഈ കുടുംബത്തിന്റെ അല്ലെ, നമ്മളെ കൊണ്ട് ആവുന്നത് ചെയ്യുക എന്നുള്ളത് അല്ലേ? ഈ കിടന്നാ കിടപ്പായി പോവില്ലേ, പോണതാണ്. ഒത്തിരി സങ്കടമാണ് അമ്മ അത് പറയുമ്പോഴും. ചിരിച്ചാണ് പറയുന്നത്, പക്ഷെ വിതുമ്പി വിതുമ്പി കരയാണ് അമ്മ അത് പറയുമ്പോഴും. അപ്പൊ ഈ അമ്മയുടെ മകനാണ് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വല്ലാത്ത ഞങ്ങളെ നോക്കണത്. അവന് നോക്കൂലല്ലേ. ഏതായാലും വലിയ സങ്കടത്തിൽ തന്നെയാണ് ഇപ്പൊ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഈ അമ്മ പ്രേക്ഷകരോട് ചോദിക്കുകയാണ്, അവൻ മകനെ ഏതെങ്കിലും തരത്തിലൊന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ അല്ലേ? ഏതെങ്കിലും തന്നെ സഹായിച്ചുള്ളത്. ഞങ്ങൾക്ക് അതുപോലെ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എനിക്ക് കാണണ്ടേ അവൻ്റെ മൂത്തല്ലേ. എൻ്റെ കൂടെ ബൈച്ചേട്ടൻ്റെ ഭാര്യയാണ് കൂടെ ഉള്ളത്. ഇപ്പോൾ ഡയാലിസിസിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ട് ഇപ്പോൾ വീട്ടിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ വരുമ്പോൾ ഈ ഡയാലിസിസിന്റെ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. വല്ലാത്ത സങ്കടമാണ്. ചേച്ചിക്ക് അത് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാര്യം വെച്ചാൽ ഈ വീട് ഇപ്പോ ജപ്തിയാണ്, ജപ്തി ഭീഷണിയാണ്. 2 മക്കളാണ് ഇവർക്കുള്ളത്. ഒരു നോട്ടീസ് ഒട്ടിച്ചായിരുന്നു. ഒട്ടിച്ചോ? നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് 15 ദിവസം ഇപ്പോൾ കഴിഞ്ഞിട്ട് 5 മാസം കിടന്നപ്പോൾ ഇവിടെ നോട്ടീസൊക്കെ കൊണ്ട് ഒട്ടിച്ചിട്ട് പോയി. സൊസൈറ്റിയിൽ ലോൺ വന്നു. അപ്പൊ അവര് കേൾക്കൂല. അങ്ങനെ കറക്റ്റ് അടഞ്ഞുകൊണ്ടിരിക്കുന്നു. പൈസ ഞാൻ കറക്റ്റ് അടക്കി വരുന്നു. ഇപ്പോഴാണ് ഒരു 4 വർഷം കൊണ്ട് ഈ അസുഖം വന്നതിന് ശേഷം പെൻഡിങ് ആയത്. അസുഖം വന്നിട്ട് 4 വർഷമായി അല്ലേ? 4 വർഷം. ഇങ്ങനെയാണ് ബുദ്ധിമുട്ടും കാര്യങ്ങളും. പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ സഹായിച്ചുകൊണ്ട് ആശുപത്രിയിൽ നാളെ പോകാനും 10,000 രൂപ വേണം. ആശുപത്രിയിലൊക്കെ പോകാനും ഭയങ്കര പൈസ ചിലവാണ്. എവിടെയാണ് ഹോസ്പിറ്റൽ? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനകത്ത് വലിയ പൈസ ആയില്ലെങ്കിലും വെളിയിൽ മരുന്നിന് ഭയങ്കര പൈസയാണ്. മരുന്നുകൾ, വില കൂടിയ മരുന്നുകളും അല്ലെങ്കിൽ അത്യാവശ്യമുള്ള മരുന്നുകളെല്ലാം പുറത്തുനിന്നും, ചെറിയ മരുന്നുകളൊക്കെ അകത്ത് കൊണ്ടല്ലേ? അങ്ങനെയാണ്. ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? ഡയാലിസിസ് കഴിഞ്ഞു. ഒരുപാട് ഡയാലിസിസ് എല്ലാം ചെയ്തു. അതൊക്കെ ഫലം കാണാതെ പോയൊരു സാഹചര്യത്തില് ഇപ്പൊ വീട്ടില് വെച്ചിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഇനി എന്താണ്, ട്രാൻസ്പ്ലാന്റേഷൻ ആണോ? ഒന്നുമില്ല. കാരണം 2 സൈഡും എടുത്ത് ഒരു ബ്ലോക്കായി കഴുത്തിന്റെ. ഫസ്റ്റ് തൊടയിലാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കഴുത്തിലിട്ടത്. കഴുത്തിലിട്ടിട്ട് പിന്നെ കയ്യിലെടുത്തുണ്ട്. കയ്യിലൊക്കെ ഇനി എന്ത് ചികിത്സ, എങ്ങനെയാണ് ഇനി ചികിത്സ ഇതേ ഉള്ള മാർഗം? ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ശരിക്കും ഇപ്പൊ കഴിഞ്ഞുകൂടാൻ പോലും നമുക്ക് പൈസ ഇല്ലല്ലേ? ഇല്ല.
ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഒന്ന് ആ കക്ഷിയൊക്കെയാണ് സഹായിക്കണമൊക്കെ. അവർ ആരെങ്കിലൊക്കെ പിടിച്ച് ഒന്നുമില്ലാതെ തരും. എങ്ങനെയാണ് ആഴ്ചയിൽ എത്ര ഡയാലിസിസ് ഉണ്ട്? ആഴ്ചയിലല്ല ഡെയിലി രണ്ടെണ്ണം. ഡെയിലി രണ്ടെണ്ണം. എൻ്റെ മരുന്നാണ് ഈ മരുന്ന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ മേടിക്കുന്നത് നല്ല തുകയാണ്. 1800 ഒരു പെട്ടി കോഴ്സ്. ചില മാസങ്ങൾ സർക്കാരിന് ഫണ്ടില്ലെങ്കിൽ കിട്ടൂല. അതുപോലെ എൻ്റെ മിനി ക്യാപ്പ് ഉണ്ടാവും. എനിക്ക് എന്താ ചെയ്യുന്നത് ഇതിന് അതിൻ്റെ ഒരു ക്യാപ്പ് 30 രൂപയാണ് വെളിയിൽ നിന്ന് വാങ്ങിക്കണത്. അങ്ങനെ 4 ക്യാപ്പ് ഒരു ദിവസത്തേക്ക് വേണം. അത് സംഭവം ഇപ്പോൾ പോയിട്ടും ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയില്ല. കാരുണ്യയിലും തരില്ല നമ്മൾ ഈ സാധനം വാങ്ങിക്കാത്തതുകൊണ്ട്. പിന്നെ ഒരു ഡോക്ടർ വീട്ടിൽ പോയാണ് ആ മിനി ക്യാപ്പ് വാങ്ങിക്കുന്നത് കുമാരപുരത്ത്. അവിടെ ഇത്രയും ഭയങ്കര വലിയാണ് അവിടെ. ഒരു ശരിക്കും വലിയൊരു നാളെ ഒരു ദിവസത്തേക്ക് ഒരു ദിവസം 2 ഡയാലിസിസ് വീതമാണ് ഈ ചേട്ടൻ നടക്കുന്നത്. മാത്രമല്ല നാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ലൊരു ചിലവുണ്ട്. ചെക്കപ്പിന് തന്നെ ഒരു ദിവസം 5000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. ഏകദേശം വലിയ കഷ്ടത്തിലാണ് ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവര് ജപ്തി ഭീഷണി നേരിടുന്നു. 2 മക്കളുണ്ട്, പഠിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രായമായ അമ്മയുണ്ട്. ചേച്ചിക്ക് ജോലിക്കൊന്നും, ഈ ചേട്ടന്റെ ഒരു അവസ്ഥ കൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യം. ഈ നാട്ടുകാരുടെ കാരുണ്യം കൊണ്ടാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ലൈഫിലേക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിലേക്ക്, അവരുടെ വിഷമതകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവർ എത്രമാത്രം സങ്കടത്തിലാണെന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. കണ്ടില്ലേ, ഈ മരുന്നുകൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെട്ടിക്കണക്കിന് മരുന്നുകൾ കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പൊ ഈ മരുന്നുകളൊക്കെ ഏകദേശം ഒരു ബോക്സ് മരുന്നിന് ഏകദേശം 1000 രൂപയ്ക്ക് മേളില് വിലയുണ്ട്. 1800 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഈ ബോക്സ് അല്ലേ, ഈ ബോക്സിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രദേശവാസികളായ നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ട് ഇവര് കഴിഞ്ഞുകൂടുന്നതാണ്. ഇപ്പോ ഒരു നിവൃത്തിയും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ചേച്ചി എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട്? പറയാനുള്ളത് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്നെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പറയാൻ പറ്റുന്നില്ല. അത്രത്തോളം സങ്കടത്തിലാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. കാരണം വെച്ചാല് ഒരു നല്ല രീതിയിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന കുറെ നാളുകൾക്ക് മുമ്പ് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. പെട്ടെന്നാണ് അസുഖം വന്ന് ഇവരുടെ ജീവിതം ഇരുട്ടിലായി പോയൊരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നല്ലവരായ പ്രേക്ഷകർ ചെറിയ തുക, നിങ്ങളെ കൊണ്ടാവുന്ന ചെറിയ തുകയാണെങ്കിലും ഞങ്ങൾ ഈ തരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്കും ഈ ഒരു ഗൂഗിൾ പേ നമ്പർ തരാം. ഈ നമ്പറിലേക്കൊക്കെ നിങ്ങളുടെ സഹായമായി എത്തിക്കുക. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിറ്റ്സൺ, വിസ്മയ ന്യൂസ്.